ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസില്ലേ, ബസുമതി റൈസ്, അത് വെച്ചിട്ട് ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഇതുപോലത്തെ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മുടെ ഈ അരി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ബസുമതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാനിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാലാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 8 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് പഞ്ചസാര കുറച്ച് അങ്ങനെയാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് യൂസ് ചെയ്യാം. ഇനി ഇതിന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ആ പഞ്ചസാര ഒന്ന് അതിൻ്റെ അകത്തേക്ക് ലയിപ്പിച്ചെടുക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഇത് പാട കെട്ടി ഇങ്ങനെ വരാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും കൂടെയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാട കെട്ടി വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാര്യം നമുക്കൊരു 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇത് കുറുക്കി എടുക്കാനുള്ള ആ ഒരു സമയമാണ് ഇതിന് വേണ്ടി ഇച്ചിരി ഒന്ന് സമയം എടുക്കുന്നതെന്ന് പറയാനായിട്ട്. എങ്കിലും ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനില്ലേ, അപ്പോൾ ഒരു മടിയൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നതിന് ശേഷം ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. ഈ സമയത്ത് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ തൊണ്ട് പോയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു യെല്ലോ ഷെയ്ഡ് പോലെ ഒന്ന് ക്രീം കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ എന്തെങ്കിലും യെല്ലോ കളർ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമല്ല, കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാരമൽ ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി അതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ക്യാരമലൈസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിങ്ങനെ ഉരുക്കിയെടുക്കുക. അപ്പോൾ ദേ ഇവിടെ എനിക്കിത് ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കളറ് ചേഞ്ചായി വരാനുണ്ട്. അപ്പോൾ ദേ ഇവിടെ നമുക്കിത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ നമ്മൾ ഒന്നും കൂടെ ക്യാരമലൈസ് ചെയ്ത് ഉരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയതായിട്ടോ. അപ്പോൾ ഇനി അത് ഉരുക്കിയതും കൂടെ നമുക്ക് ആ ക്യാരമലൈസ് ചെയ്തതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓളെന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇതേ ഇവിടെ ആവശ്യത്തിന് തന്നെ നല്ലതുപോലെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ തന്നെ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. ഡെസേർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ തണുപ്പിച്ചാണല്ലോ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഇതും കൂടെ അതിൻ്റെ പുറമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് തണുപ്പിച്ചതിന് ശേഷം എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം തണുത്ത് കിട്ടും. അപ്പോൾ ഇത് എത്രത്തോളം തണുക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.